ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് എനിക്ക് രാവിലെ കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാൻ. അങ്ങനെ ഞാൻ പാത്രം എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വാട്ട ഈരിനിടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ താഴെ കഴിക്കാൻ ഇപ്പോൾ ഇഡ്ഡലി സാമ്പാർ. എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഫുഡാണ് ഇവിടുത്തെ ഇഡ്ഡലി സാമ്പാറും. രാവിലെ തന്നെ ചൂട് സാമ്പാർ ഇഡ്ഡലിയും കഴിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അടിപൊളിയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വന്ന് റെഡിയാകാൻ കയറി. ഞങ്ങൾക്ക് 9 മണിക്കാണ് ക്ലാസ്, പക്ഷേ 8:55 അവിടെ എത്തണം, പ്രയർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് കോളേജിലേക്ക് പോയി. അങ്ങനെ നീണ്ട 4 മണിക്കൂറത്തെ ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ആയി. 1 to 2 ആണ് ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക്. 2 മണിക്ക് തിരിച്ച് ക്ലാസ്സിൽ വരണം. അങ്ങനെ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ പോയി. അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ. ഞങ്ങൾ ഹോസ്റ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ജോസഫ് സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം, കേക്കൊക്കെ ആയിരുന്നു കേട്ടോ ലഞ്ചിനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയിട്ട് പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കാൻ വേണ്ടിയിരുന്നു. എന്നിട്ട് പാത്രം കഴിക്കാനപ്പോൾ അവിടെ കുറേ ഐസ്ക്രീം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഒരെണ്ണം എടുത്തിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്ത് തിരിച്ച് ക്ലാസ്സിൽ പോയി. പിന്നെ ഞങ്ങൾ 4 മണി ആയപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അപ്പോഴേക്കും ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ചായ എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചതെങ്കിൽ എഴുതി തീർത്തേക്കാണ്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ രാത്രിയിലത്തെ കഴിക്കാൻ വേണ്ടി സമയമായി. 7:30 ഡിന്നർ ടൈം. അപ്പോൾ ഞങ്ങൾക്ക് 7:20 ആകുമ്പോഴത്തേക്കും പ്രെയർ ഉണ്ട്. അപ്പോൾ താഴെ വന്നിട്ട് പ്രെയർ കൂടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇന്നും. അപ്പോൾ ഇന്ന് രാത്രി ഞങ്ങൾക്ക് റൊട്ടിയും ചിക്കൻ കറിയായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പ്ലേറ്റൊക്കെ കഴുകി ബോട്ടിലൊക്കെ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ചും കൂടി ബാക്കി എഴുതാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി.